ശ്രീ പി സത്യപ്രകാശൻ മാസ്റ്റർ, ശ്രീ വി പി സുരേന്ദ്രൻ മാസ്റ്റർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ വി പി ഷാജി മാസ്റ്റർ, അഡ്വക്കേറ്റ് ജി ഷിജിലാൽ, ശ്രീ എം ആർ സുരേഷ്, മറ്റ് ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകന്മാർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യവ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു ഇരിക്കുകയാണ്. ഈ സമരം എന്തിനാണ് സംഘടിപ്പിച്ചത് എന്ന സ്വാഗത ഭാഷണം ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കോൺഗ്രസിന് വാലാട്ടികളായിട്ട് ഇവിടുത്തെ CPM കൂടി ആ കോൺഗ്രസിന്റെ കൂടെ ചേർന്നിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നതാണ് മുദ്രാവാക്യം. എന്നാണ് ഇവർ ധർമ്മേന്ദ്ര പ്രധാന് നേരെ തിരിയാനായിട്ടുള്ള കാരണം? കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഈ രാജ്യങ്ങളിലെ യുവഭരണാധികാരികളിൽ പ്രമുഖനാണ് ധർമ്മേന്ദ്ര പ്രധാൻ. നാളെ ഈ രാജ്യത്തെ നയിക്കുന്ന ഒരു നേതാവായിട്ട് വളർന്നു വരുന്ന ഒരു നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അങ്ങനെയുള്ള ധർമ്മേന്ദ്ര പ്രധാനെ ഇവിടെ ഇകഴ്ത്തി താഴ്ത്തുവാനുള്ള ഒരു ശ്രമമാണ് കൂറ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. വിദേശ ശക്തികളുടെ പിന്തുണയോടുകൂടി ജോർജ് സോറസ് എന്ന 40ഓളം രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിച്ച അന്താരാഷ്ട്ര ഭീകരന്റെ പിന്തുണയോടുകൂടി പണം പറ്റിക്കൊണ്ട് ടാറ്റ പാർട്ടി എന്ന പേരിൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കും കഴിയാത്ത ഒരു വലിയ സമരം നടത്തുന്നു എന്ന വ്യാജേന രംഗത്ത് വന്ന് ആ സമരങ്ങളൊക്കെ ചീറ്റിപ്പോയതിനു ശേഷമാണ് നീറ്റ് പരീക്ഷ ക്രമക്കേടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കവുമായി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും അടക്കമുള്ളവരുടെ പിന്തുണയോട് കൂടി നമ്മുടെ രാജ്യത്ത് ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയിരിക്കാൻ ദേശീയവാദികൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ലോകാരാധ്യനായ നരേന്ദ്രമോദിയുടെ ഭരണം ഭാരതത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്, അദ്ദേഹത്തിന്റെ കുടുംബം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അനുഭവ റാലികൾ പ്രകടനങ്ങൾ ഭാരതത്തിലെമ്പാടും നടക്കുന്നത്. കണ്ണൂർ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളിലും ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേക അഭിനന്ദനം അർപ്പിക്കുകയാണ്. പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം തകർന്നടിഞ്ഞ, പ്രത്യേകിച്ചും കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലുമടക്കം തകർന്നു കഴിഞ്ഞിരിക്കുന്ന CPM പുതിയ ഒരു സംവിധാനം എന്ന നിലയിലാണ് ഈ പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഡൽഹിയിൽ ഒരു അട്ടിമറി നടത്താമെന്ന വ്യാമോഹത്തോടു കൂടിയാണ് ഈ പ്രകസന സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി സോനം വാങ്ചുക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള
JP നന്ദയിൽ നിന്നും നാരങ്ങനീര് വാങ്ങി കുടിച്ചുകൊണ്ട് സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. അവരുടെ സമരത്തിന്റെ ഒന്നാം ഘട്ടം ചീറ്റിപ്പോയിരിക്കുന്നു. ഇപ്പൊ പറയുന്നത് എന്താ? നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിക്കൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആ രീതിയിലുള്ള പ്രതീതിയാണ് ഇന്ന് ഭാരതത്തിൽ നമ്മോട് കൂടെ കാണുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ബംഗാളല്ല, ഇത് ശ്രീലങ്കയല്ല, ഇത് നേപ്പാളല്ല, മറിച്ച് ഭാരതമാണ്. ഈ ഭാരതത്തില് ദേശീയ പ്രസ്ഥാനങ്ങൾക്ക്, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അതിന്റെ കരുത്ത്, ആ കരുത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഏത് വൈദേശിക ശക്തികളുടെ ഗുണം പറ്റിയാലും ശരി, ഈ ഗവൺമെന്റ് അട്ടിമറിക്കാനുള്ള കുൽസിത ശ്രമങ്ങളെ കരുതിയിരുന്നുകൊണ്ട് ശക്തമായ ദേശീയ വികാരം വളർത്തിക്കൊണ്ട് ലോകാരാധ്യൻ നരേന്ദ്രമോദി ഗവൺമെന്റിന് എല്ലാവിധ പിന്തുണയും ഭാരതത്തിൽ നമ്മോട് നിന്നോട് മലയടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ചുക്കൂട്ടുണ്ടാക്കും ചെയ്യാൻ CPM-നോ കോൺഗ്രസിനോ അല്ലെങ്കിൽ പാർട്ടിക്കോ ദേശവിരുദ്ധ ശക്തികൾക്കോ ജോർജ് സോറസിന്റെ പണം പറ്റി നക്കാപ്പിച്ച രണ്ടെണ്ണ ഈ ദേശവിരുദ്ധ ശക്തികൾക്കോ ഒരു ചുക്കൂട്ടുണ്ടാക്കും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാനിത് വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. बोलो भारत माता की बोलो भारत माता की बोलो नरेंद्र मोदी की. ഈ സമര പരിപാടി ഇവിടെ സമാപിച്ചതായിട്ട് അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.